അങ്ങനെ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പേരിൽ കോടികൾ പിരിച്ച് ധൂർത്തടിച്ചതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിൽ കോൺഗ്രസ് ഭൂമി വാങ്ങിയിരിക്കുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിനും തറക്കല്ലിടലിനും ശേഷം കോൺഗ്രസ് വാങ്ങിയ സ്ഥലത്തെക്കുറിച്ച് KPCC പ്രസിഡന്റ് തന്നെ പറയുന്നത് ആദ്യം കേൾക്കാം. അതിപ്പോ എനിക്കറിയില്ല. വയനാട്ടിലെ എല്ലാ സ്ഥലത്തും കാട്ടാന ശല്യം ഉണ്ടല്ലോ. ബത്തേരി ടൗണിൽ ആന ഇറങ്ങിയതല്ലേ ഇല്ലേ? കൽപ്പറ്റയിലും മാനന്തവാടി ടൗണിൽ ആന ഇറങ്ങിയത്. ഞാനില്ലാത്ത സ്ഥലമില്ല. അത് വയനാട് കൊന്നുള്ള സ്ഥലമാണ്. മേപ്പാടി പഞ്ചായത്ത് കോട്ടപ്പടി വില്ലേജിലെ കുന്നംപേട്ടയിൽ വിജയ എസ്റ്റേറ്റിന്റെ 3.24 ഏക്കറാണ് നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സണ്ണി ജോസഫിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത്. ജനവാസ മേഖലയല്ലാത്ത ഇവിടം രൂക്ഷമായ കാട്ടാന ശല്യമുള്ള സ്വകാര്യ തോട്ടമാണ്. ചുറ്റും മറ്റു തോട്ടങ്ങളുള്ള സ്ഥലത്ത് കാട്ടാന പ്രതിരോധത്തിനായി വൈദ്യുതി വേലിയും സ്ഥാപിച്ചിട്ടുണ്ട്. വയനാട് ദുരിതബാധിതർക്ക് കോൺഗ്രസ് 100 വീടും യൂത്ത് കോൺഗ്രസ് 30 വീടുമാണ് വാഗ്ദാനം ചെയ്തത്. എന്നാൽ ഇപ്പോൾ വാങ്ങിയ സ്ഥലത്ത് പരമാവധി 25 വീട് മാത്രമേ നിർമ്മിക്കാൻ സാധിക്കൂ. അതിൽ തന്നെ വീട് വയ്ക്കാൻ കഴിയാത്ത വിധം 1 ഏക്കർ പൂർണ്ണമായും ചെങ്കുത്താണ്. ഇതിനരികിൽ നിലനിൽക്കുന്ന ചെക്ക് ഡാമിൽ മഴക്കാലത്ത് വെള്ളം കയറും. ഇത് ആദ്യഘട്ട ഭൂമിയാണെന്ന് പറയുമ്പോഴും തുടരെ കാട്ടാന ശല്യമുള്ള 2 തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഒരു സ്ഥലം തെരഞ്ഞെടുത്തതിലൂടെ അതിജീവിതരെ വീണ്ടും ദുരന്തത്തിലേക്ക് തള്ളിവിടുകയല്ലേ കോൺഗ്രസ് ചെയ്യുന്നത്. മാത്രമല്ല 2 ആധാരം രജിസ്റ്റർ ചെയ്ത കരാറിൽ ഗുണഭോക്താക്കൾ ആരാണെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടില്ല. ഇത്രയധികം ആശങ്കയുള്ള വിഷയത്തിൽ KPCC പ്രസിഡന്റ് നടത്തുന്ന പ്രതികരണം പോലും കോൺഗ്രസ് ഇത്ര ഗൗരവമുള്ള വിഷയത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതിന്റെ തെളിവാണ്. 2024 ഓഗസ്റ്റ് 2-നാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ കോൺഗ്രസ് 100 വീടുകൾ കൈമാറുമെന്ന് പ്രഖ്യാപിച്ചത്. പിന്നാലെ VD സതീശനും K സുധാകരനും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്മാരും T സിദ്ദിഖും തുടങ്ങി പ്രമുഖ നേതാക്കളൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും 2 കൊല്ലം വേണ്ടി വന്നു കോൺഗ്രസിന് ഭൂമി വാങ്ങാൻ. വാങ്ങിയതോ കാട്ടാന ശല്യം രൂക്ഷമായ തോട്ടഭൂമി. അതേസമയം കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ ഉയരുന്നത് ഒരു ജനതയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്ന ആധുനിക ടൗൺഷിപ്പാണ്. 7 സെന്റിൽ 1000 ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന മുഴുവൻ വീടുകളുടെയും നിർമ്മാണം ഫെബ്രുവരി അവസാനത്തോടെ പൂർത്തിയാകും. രാജ്യത്ത് തന്നെ മാതൃകയാകുന്ന പുനരധിവാസം പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ വിജയിക്കുന്നത് 2024 ജൂലൈ 29 അർദ്ധരാത്രി ഉരുൾപൊട്ടിയ നിമിഷം മുതൽ ഉണർന്നു പ്രവർത്തിച്ച ഒരു സർക്കാർ സംവിധാനത്തിന്റെ കെട്ടുറപ്പാണ്. അവിടെയാണ് വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യരെ കോൺഗ്രസ് വീണ്ടും കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.